ചൊരിയും ബലിതൻ അസുലഭ നിമിഷം ആഗതമായി അവർണ്ണനീയ ഗാനങ്ങളൊഴുകും അരുവിയമൾ താരമുമ്പില്ലണയാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടു കൂടെ. ശീലത്തിലും സ്നേഹവുമാണ് നിറഞ്ഞ തോമസ് പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ഇന്നേ ദിവസം പരിശുദ്ധ സഭ നമ്മുടെ കർത്താവായ ഈശോയുടെ പരമപരിശുദ്ധമായ ശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ കർത്താവായ ഈശോ നമുക്ക് നൽകിയ തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 29-ാമത്തെ തിരുവചനത്തിലെ കർത്താവായ ഈശോ നമുക്ക് നൽകുന്ന വാചനം ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവരിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവരിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ ഈശോ നമുക്ക് നൽകുന്ന വാഗ്ദാനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ 40-ാമത്തെ തിരുവചനത്തിൽ കർത്താവായ ഈശോ നമുക്ക് നൽകുന്നു, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവായ ഈശോയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് വഴിയായി നമുക്കൊരു വലിയ പ്രതീക്ഷയുള്ളത് അവിടുത്തോടുകൂടെ നമ്മൾ വീണ്ടും ജീവിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഈ ഭൂമിയിലുള്ള നമ്മളുടെ ജീവിതത്തിന് അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒത്തിരിയേറെ വീഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ പരിശുദ്ധമായ രക്തം സകല പാപത്തിനും പരിഹാരമായി അവരിൽ ആശ്രയിച്ച് വിശ്വാസം ഏറ്റുപറയുന്ന മക്കൾക്ക് ഈശോയുടെ തിരുരക്തം രക്ഷയ്ക്ക് പാപത്തിന് പരിഹാരമായിട്ട് നമ്മുടെ കർത്താവായ ഈശോ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈശോയുടെ പീഡാനുഭവ രഹസ്യം അവനിൽ വിശ്വസിക്കുന്ന ഏവനിലും ഈശോയുടെ തിരുരക്തം ചിന്തപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് പിതാവിന് നമ്മൾ ഓരോരുത്തരും അവകാശികളായി തീരുകയാണ്. ആ ഈശോയുടെ അനന്തമായ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും സകല പാപത്തിന് പരിഹാരമായി നമ്മുടെ കർത്താവായ ഈശോയുടെ തിരുരക്തം സമർപ്പിച്ചുകൊണ്ട് തിരുശരീരം സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ വിശുദ്ധീകരണത്തിനും നമ്മളുടെ നിത്യജീവനും ലോകം മുഴുവൻ്റെയും സകല പാപത്തിന് പരിഹാരമായി ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ വാത്സല്യസുതനും ഞങ്ങളുടെ കർത്താവും നാഥനും രക്ഷകനും രാജാവുമായ യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും സകല പാപത്തിന് പരിഹാരമായി ശുദ്ധീകരണ സ്ഥലത്തിലെ സകലാത്മാക്കളുടെ സകല പാപങ്ങൾക്ക് പരിഹാരമായി
ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സഹോദരരെ, ദിവ്യരഹസ്യം കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും നിവർത്താഴ്മയാ. ദൈവമേ കർത്താവ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ പാതലമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജ ദേവസൂരുവേ കർത്താവ് ശ്രീ യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവ് അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ
ലോകത്തിൻ പാപനികന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ ആശുദ്ധി ദേവരം ഭാഗത്തിലും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സി പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തമേകനം ആദരൻ, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിസ്മയനീയമായ ഉദാശയിലൂടെ അങ്ങേ പീഡാസഹനത്തിന്റെ ഓർമ്മ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ദിവരഹസ്യങ്ങൾ എന്നും ഉണങ്ങുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ പരിത്രാണത്തിന്റെ ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറാവട്ടെ. എന്നും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് മോശ ഇസ്രായേലുകളോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യനെ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ആഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാജനകവുമായ മണലാരണ്യത്തിലൂടെ അവിടുന്നാണ് നിങ്ങളെ നയിച്ചത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലേക്കുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശുദ്ധമായ ഗോതമ്പ് കൊണ്ട് നിന്നെ
തൃപ്തയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിനെ തന്റെ കൽപ്പനയും ഇസ്രായേലിനെ തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാഗങ്ങളാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിലും അവിടുത്തെ അമ്മയിലും ഏറ്റവും സ്നേഹം നിറഞ്ഞ റോഷൻ മൈക്കിളച്ചൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്ന് ആഗോള സഭ യേശുവിന്റെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും
മഴ പെയ്യുകയും എല്ലാവരുടെ മേലും ഒന്നുപോലെ കാരുണ്യം കാണിക്കുകയും ചെയ്യുന്ന ദൈവത്തെ കാരുണ്യം എന്നല്ലാതെ മറ്റെന്ത് പേരിൽ വിളിക്കുവാൻ സാധിക്കും? ഈ കാരുണ്യമായ ദൈവത്തിൻ്റെ തിരുശരീര രക്തങ്ങളെ ദിവ്യകാരുണ്യം എന്നാണ് വിളിക്കുക. തൻ്റെ അരികിലേക്ക് വരുന്നവർക്ക് തൻ്റെ ശരീരവും രക്തവും ഭക്ഷണമായിട്ട് നൽകുകയാണ്. ഏതൊരു നേതാവിന് ആർക്ക് പറയുവാനായിട്ട് സാധിക്കും, എൻ്റെ ശരീരം നിത്യജീവനിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനുള്ള ജീവന്റെ അപ്പമാണ് എന്ന്? യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇപ്പൊ നിത്യജീവനത്തിലേക്കുള്ള പാതയമാണ്, യാത്രാ ഭക്ഷണമാണ് യേശുവിൻ്റെ ശരീരവും രക്തവും. സ്ഥലം കന്യാകുമാരി, സമയം സായം സന്ധ്യ. പകൽ മുഴുവനും ഈ ഭൂമിയെ മുഴുവനും പ്രകാശിപ്പിച്ച സൂര്യൻ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് മറയുകയാണ്. പകൽ മുഴുവനും പ്രകാശിതമായിരുന്ന ഈ ഭൂമി സൂര്യന്റെ ഈ അസ്തമയം വഴി ഇരുളിലേക്ക് പോകും. ഭൂമി ഇരുട്ടിൽ അകപ്പെട്ടു പോകാൻ പാടില്ല എന്ന് സൂര്യനൊരാഗ്രഹമുണ്ട്. സൂര്യൻ ചുറ്റുമുള്ള നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങളാണ് ഈ ഭൂമിയെ പ്രകാശിപ്പിക്കേണ്ടത്. അവർ പറഞ്ഞു, അങ്ങ് പ്രകാശിപ്പിച്ചതുപോലെ പ്രകാശിപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല. എന്നാൽ അങ്ങിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ കഴിവിനൊത്ത വിധം ഈ രാത്രിയിൽ ഭൂമിയെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാം. അങ്ങനെ സൂര്യൻ തൻ്റെ പ്രകാശങ്ങൾ മുഴുവനുമായിട്ട് എത്രത്തോളം ഗ്രഹങ്ങൾക്ക്, ചന്ദ്രനും നക്ഷത്രങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ അത്രമാത്രം വിട്ടുകൊടുക്കുക. യേശു ഈ ലോകത്തിലെ പരസ്യ ജീവിതം പൂർത്തീകരിച്ചുകൊണ്ട് പിതാവിന്റെ അടുക്കലേക്ക് പോകുവാനുള്ള സമയമായപ്പോൾ ഈ ഭൂമിയെ രക്ഷിക്കുവാനായിട്ട്, മനുഷ്യ മക്കളെ രക്ഷിക്കുവാനായിട്ട് പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് താൻ തെരഞ്ഞെടുത്ത് തന്നോടൊപ്പം കൊണ്ടു നടന്ന് പഠിപ്പിച്ച് വളർത്തിയ ശിഷ്യന്മാർക്ക് തൻ്റെ തിരുശരീരവും തിരുരക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ കൊടുത്തിട്ട് പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് ലോകാവസാനം വരെ ഈ കൂദാശ പരികർമ്മം ചെയ്യുവാൻ അവരെ ഫലമേൽപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യത്തിലൂടെ യുഗാന്ത്യം വരെ ഈ ഭൂമിയിൽ വസിക്കുവാനായിട്ട് യേശു തമ്പുരാൻ ആഗ്രഹിച്ചു എന്നതാണ്. വിശുദ്ധ കുർബാന ജീവന്റെ അപ്പമാണ്. സത്യദൈവവും സത്യമനുഷ്യനുമായ ക്രിസ്തുവാണ് ദിവ്യകാരുണ്യം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ജീവന്റെ അപ്പത്തെക്കുറിച്ചും ജീവന്റെ ജലത്തെക്കുറിച്ചും യേശുവിന്റെ ശരീരത്തിൽ സ്വീകരിക്കുന്നതിന്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് പഠിപ്പിക്കുക. ഈ പഠനം തുടങ്ങുമ്പോൾ 5 അപ്പം 5000 പേർക്ക് കൊടുത്തുകൊണ്ട് താൻ അപ്പമായി തീരേണ്ടവനാണെന്നും അത് വർദ്ധിപ്പിക്കേണ്ടവനാണെന്നും അത് കൊടുക്കപ്പെടേണ്ടതാണെന്നും ജീവിക്കേണ്ടതാണെന്നും പഠിപ്പിച്ചു. അതുകൊണ്ടാണ് യേശു അപ്പം എടുത്തു വാഴ്ത്തി മുറിച്ച് കൊടുത്തു. അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തു, ബാക്കിയുള്ളത് ശേഖരിച്ചു. ഇന്ന് ഓരോ ദീപബലിയിലും യേശുവിന്റെ ശരീരമാകേണ്ട ഗോതമ്പ് അപ്പം എടുത്ത് വാഴ്ത്തി യേശുവിന്റെ ശരീരമാക്കി മാറ്റി മുറിച്ച് കൊടുക്കുന്നു, സക്രാരികളിൽ സൂക്ഷിക്കപ്പെടുന്നു. ആർക്ക് വേണ്ടിയാണ്?
നമുക്ക് വേണ്ടി. ഈ ജീവന്റെ അപ്പം മുറിക്കുമ്പോഴും കൊടുക്കുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്. തൂവെള്ള നിറമുള്ള വൃത്താകൃതിയിലുള്ള ഒരു ഗോതമ്പ് അപ്പം ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുമ്പോഴും അത് മുറിക്കപ്പെടുന്നു, അത് കൊടുക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യദൈവമായ ക്രിസ്തു ജീവിക്കുകയാണ്. ഇന്നലെ നമ്മൾ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഒരു വലിയ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. ചില പാഷണ്ഡതകളിൽ വിശ്വസിക്കുന്ന ചില വ്യക്തികൾ വെല്ലുവിളിച്ചു, ഇത് വെറും ഗോതമ്പ് അപ്പമാണ്, ദിവ്യകാരുണ്യത്തിൽ ഈശോ ഇല്ല എന്ന് വെല്ലുവിളിച്ചു. അന്തോണീസുങ്ങൾ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, നിന്റെ വീട്ടിലെ കഴുത പട്ടിണി കിടത്ത് ഞാൻ പറയുന്ന ദിവസം അതിനെ വഴിയിലേക്ക് കൊണ്ടുവരിക, അതിന് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പുക. പക്ഷെ ആ സമയത്ത് ഞാൻ ദിവ്യകാരുണ്യമായിട്ട് വരുമ്പോൾ ഈ കഴുത ഭക്ഷണത്തെ ഉപേക്ഷിച്ചിട്ട് ദിവ്യകാരുണ്യത്തിന് മുന്നിൽ മുട്ടുമടക്കും. അവരങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് അവർ സ്വീകരിച്ചു. നിശ്ചയിച്ച ദിവസത്തില് ആ പട്ടിണി കിടന്ന കഴുതയെ വഴിയിലേക്ക് കൊണ്ടുവരികയും അതിന് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പുകയും ചെയ്തു. പാതുവായിൽ അന്തോണീസ് ദിവ്യകാരുണ്യമായിട്ട് അവിടെ വന്നു. പക്ഷെ കഴുത ഭക്ഷണത്തെ ഉപേക്ഷിച്ചിട്ട്, പട്ടിണി കിടന്ന കഴുതയെ ഉപേക്ഷിച്ചിട്ട് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കി. അന്നു മുതൽ അവർ ആ ഭാഷണതകൾ, അവർ വിശ്വസിക്കുന്ന ഭാഷണതകൾ വിട്ടുപേക്ഷിച്ച് ദിവ്യകാരുണ്യ ഈശ്വരയെ ആരാധിക്കുവാൻ തുടങ്ങി. അച്ഛൻ 1-2 അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ചിന്തകളെ അവസാനിപ്പിക്കുകയാണ്. 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് 13-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ ക്ലാര. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് തുടങ്ങിയ സന്യാസിനി സമൂഹം, അതിന്റെ സുപ്പീരിയർ, കുരിശ് യുദ്ധം നടക്കുന്ന കാലമാണ്. കുരിശുദ്ധത്തില് എല്ലാവരും ഭയന്ന്, എല്ലാവരും അസ്വസ്ഥരായിരിക്കുമ്പോൾ ശത്രു സൈന്യം വിശുദ്ധ ക്ലാരയുടെ ഗവൺമെന്റ് കൊള്ളയടിക്കാൻ വേണ്ടി വരികയാണ്. നിങ്ങൾ ചോദിക്കും, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് കന്യകാലയങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ കൊള്ളയടിക്കുന്നതിന് മലയാളികളായ നമുക്ക്, കേരളത്തിലുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഒരു ക്ഷേത്രമുണ്ട്, പത്മാവ സ്വാമി ക്ഷേത്രം. അതിനകത്ത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത കോടിക്കണക്കിന് മൂല്യമുള്ള രത്നങ്ങളുണ്ട്, വിലയേറിയ സാധനങ്ങളുണ്ട്. ഇതെല്ലാം അവിടെ നേർച്ചയായിട്ട് ഭണ്ഡാരത്തിലേക്ക് വന്നതില്ല. മുൻകാലങ്ങളിലെ നാട്ടുരാജാക്കന്മാര് വിലയേറിയ സാധനങ്ങൾ ക്ഷേത്രങ്ങളിൽ, ദേവാലയങ്ങളിൽ സൂക്ഷിക്കും. കാരണം ശത്രുക്കൾ കൊള്ളയടിക്കാതിരിക്കുവാൻ വേണ്ടി അവർ സൂക്ഷിക്കും. പക്ഷേ ഇതുപോലെ ആയിരുന്നു യൂറോപ്പിൽ. അവിടെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ലോകത്തിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ രാജാക്കന്മാർ സൂക്ഷിക്കുന്നത് കന്യകാലയങ്ങളിലാണ്. അതുകൊണ്ടാണ് ശത്രു സൈന്യം കൊള്ളയടിക്കുവാനായിട്ട് കോൺവെന്റിലേക്ക് വരുന്നത്. പക്ഷെ ക്ലാര പുണ്യവതി ദിവ്യകാരുണ്യം എടുത്ത് ഉയർത്തിപ്പിടിച്ചപ്പോൾ ശത്രുക്കൾ നാലുപാടെ വിട്ടുപോയി. ശത്രു കരങ്ങളിൽ നിന്ന് അവർ രക്ഷ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഷ്ട മനുഷ്യരിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും പൈശാചികമായ പ്രലോഭനങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോകേണ്ടത് മന്ത്രവാദികളുടെ അടുത്തല്ല, ശകുനം നോക്കുന്നവരുടെ അടുത്തല്ല, ജോത്സ്യന്റെ അടുത്തല്ല, പ്രശ്നം വയ്ക്കുന്നവരുടെ അടുത്തല്ല. നിന്നെ കാത്തിരിക്കുന്ന ഒരു ഈശോ ഈ സർക്കാരിൽ ഉണ്ടെന്ന് നീ തിരിച്ചറിയണം. നിന്റെ ദുഃഖങ്ങളില്, നിന്റെ വേദനകളില്, നിന്റെ കഷ്ടപ്പാടുകളില് നിനക്ക് ഓടിയെത്തുവാൻ, അഭയം തേടുവാൻ
കഴിവുള്ള ദിവ്യകാരുണ്യ ഈശോ. ഇന്ന് ദിവ്യകാരുണ്യത്തിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ശക്തിയായിട്ട്, സ്രോതസ്സായിട്ട്, നമുക്ക് തണലേക്കുന്ന ശക്തിയുടെ വലിയ ഒരിടമായിട്ട് നമ്മുടെ സക്രാരിയും ദിവ്യകാരുണ്യമൊക്കെ മാറണം. ഓർക്കുക, 2020 വർഷം കഴിഞ്ഞിട്ടും കത്തോലിക്ക സഭ ഇന്ന് നിലനിൽക്കുന്നത് ഈ ദിവ്യകാരുണ്യത്തിലാണ്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ ഇത്രയധികം പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. സത്യദൈവവും സത്യമനുഷ്യനുമായ ക്രിസ്തു ജീവിക്കുന്നതാണ് ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യത്തിലേക്കാണ് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കേണ്ടത്. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും നീതി നടപ്പിലാക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം, മുറിക്കപ്പെടുന്ന അനുഭവം, കൊടുക്കപ്പെടുന്ന അനുഭവം, ശേഖരിക്കപ്പെടുന്ന ജീവിതം കണ്ടെത്തേണ്ടത് ദിവ്യകാരുണ്യത്തിലാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. പ്രിയ സഹോദരനെ, നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ രക്ഷാകരമായ പദ്ധതിയിലും നമ്മുടെ പ്രതീക്ഷകളിലുമുള്ള നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം നമുക്ക് യാചിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാത്തിനെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രൻ, എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവ് കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിനെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമ്മെ എല്ലാവരെയും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ഇടവകയുടെ, എൻ്റെ ദേശത്തിൻ്റെ, സഭയുടെ, ലോകം മുഴുവൻ്റെ രക്ഷകനായ ദിവ്യകാരുണ്യ ഈശോ കൊറോണ വൈറസ് കൊണ്ട് ഇറ്റലി നഗരം നിറഞ്ഞപ്പോഴും പിതാക്കന്മാര് ദിവ്യകാരുണ്യവും എഴുന്നള്ളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അഭിഷിക്തരായ പുരോഹിതന്മാര് ഈ കാലഘട്ടത്തിൽ നടന്നു നീങ്ങിയത് മാധ്യമങ്ങളിലൂടെ നാം കണ്ടു. ഇന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും
നമ്മുടെ ദേശത്ത് നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, രാജ്യത്ത് നിന്ന്, ലോകം മുഴുവനിൽ നിന്ന് ഈ കൊറോണ വൈറസ് നിർവീര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രോഗാണുക്കളെ നിർവീര്യമാക്കുവാനായിട്ട് കഴിയുന്ന മരുന്ന് കണ്ടുപിടിക്കുവാൻ, ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നുകർത്താവിൻ്റെ കരങ്ങളിലേക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാണ്, അവൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ശക്തിയാണ് എല്ലാ രോഗപീഠകളിൽ നിന്നും, വേദനകളിൽ നിന്നും, ഞെരുക്കങ്ങളിൽ നിന്നും, എല്ലാ തകർച്ചകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി സമർപ്പിക്കാം. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ സമർപ്പിക്കാം. ഭവനങ്ങളുടെ പ്രതിഷ്ഠയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ നമുക്ക് പ്രതിഷ്ഠ പുതുക്കി സമർപ്പിക്കാം. മക്കളെ എല്ലാവരെയും സമർപ്പിക്കാം. വിദ്യാഭ്യാസത്തിലായിരിക്കുന്നവർ, തൊഴിലന്വേഷിക്കുന്നവർ തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി, ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി, സകലവിധമായ തിന്മയുടെ ശക്തികളിൽ നിന്ന് ലോകം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി സമർപ്പിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സഹോദരരെ, ദിവരഹസ്യം കൊണ്ടാടുന്നത് എന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ വഴി കൗതാശികമായി സൂചിപ്പിക്കപ്പെടുന്ന അങ്ങേ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ അങ്ങ് കാരുണ്യപൂർവ്വം അങ്ങേ സഭയ്ക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യപുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും അരുവികളോടും സ്വർഗീയ സൈന്യങ്ങളുടെ സകല വൃന്ദങ്ങളോടും ചേർന്ന് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. സർവവിശുദ്ധിതൻ
ഉറവിടവും അങ്ങ് തന്നെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിൽ സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു കൽപ്പിച്ചരുളി, എല്ലാവരും ഇതുവാ ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം
അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അഭിമന്യ വിൻസെന്റ് സാമുവൽ തിരുമേനിയോടും വൈദിക ഗണത്തോടും സഭയിലെ സമർപ്പിത സഹോദരീ സഹോദരന്മാരും വൈദിക വിദ്യാർത്ഥികളും സന്യസ്താർത്ഥികളും അൽമായ പ്രേക്ഷിതരും വിശ്വാസികൾ ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരർ, ബന്ധുമിത്രാദികൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, ആരാലും പ്രാർത്ഥിച്ചു സഹായിക്കുവാനില്ലാത്ത ആത്മാക്കളെ അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ അനയിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അവളുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പത്രോസ് അപ്പോസ്തലനോടും കാലാകാലങ്ങൾ അങ്ങേ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവൻ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സർവേശ്വരദേവ പിതാവാകുമങ്ങേ സൂനുവാം ക്രിസ്തുവിലൂടെ സദാ ക്രിസ്തുവിനോടെ ക്രിസ്തുവിൽ സന്തതം പരിശുദ്ധാത്മാവുമായി സംസർഗത്തിൽ കീർത്തിയും സർവ മഹത്വം പ്രതാപവും നിത്യസ്തുതിയും ആരാധനയും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലേക്കോ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്ന് ഞങ്ങൾക്ക് നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും
പകർച്ചവ്യാധികളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ ആധിപത്യങ്ങളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളാലല്ല പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൻ പാർത്തു അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്കും ഞങ്ങളുടെ നാടിനും ഈ ലോകം മുഴുവനും അങ്ങയുടെ സമാധാനവും ഐക്യവും സംരക്ഷണവും നൽകുവാൻ കഴിയണമേ. എന്തെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം എൻ്റെ കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളെ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളെ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളും ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. കർത്താവിൻ്റെ ശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന നമ്മുടെ ആത്മാവിനും ശരീരത്തിനും നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമേൻ. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ എന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ എന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യ
ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിന്നതിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരേവരും പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും വാനദൂതവൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സ്വീകരണം അങ്ങേ ദൈവിക പ്രകൃതിയുടെ നിത്യാനന്ദത്തിൽ ഞങ്ങളെ നിറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. തന്റെ ഏകജാതന്റെ ഉദ്ധാനം വഴി വീണ്ടെടുപ്പിന്റെയും ദത്തെടുപ്പിന്റെയും ദാനം നിങ്ങൾക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവം തന്റെ കൃപയാൽ നിന്നും ആനന്ദഭരിതരാക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വതമായ സ്വാതന്ത്ര്യത്തിന്റെ ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മഹാമനസ്കതയാൽ നിത്യാവകാശത്തിൽ പങ്കാളികളായി തീരുവാൻ ഇടയാകുമാറാവട്ടെ. ആമേൻ. വിശ്വാസത്തിലൂടെ സ്നേഹം ജ്ഞാനസ്നാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർന്നെഴുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ സുഹൃത ജീവിതം നയിച്ച് പിതൃരാജ്യമായ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ യോഗ്യതയുള്ളവരായി തീരുമാറാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നടഞ്ഞ് എന്നും നിലനിൽക്കുകയും ചെയ്യുമാറാവട്ടെ. ദിവ്യബലി സമാപിച്ചു. കർത്താവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദൈവത്തിനു നന്ദി. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, ഭവ്യസ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതരേ വാഴ്ത്തുന്നു. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, ഭവ്യസ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യനായകന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.